ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാരിഗോൾഡ് അല്ലെങ്കിൽ മല്ലികപ്പൂവാണ് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പം മുമ്പത്തേക്കാളും കുറച്ചും കൂടി എല്ലാവർക്കും വീടൊക്കെ അലങ്കരിച്ച് വെക്കാനും ഭംഗിയാക്കി വെക്കാനൊക്കെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. നമ്മൾ വീട്ടമ്മമാരൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു രസം തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ഇടയ്ക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല, പിന്നീട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളും. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കാണുമ്പോൾ നമുക്കെന്നെ ശരിക്കും സ്വന്തമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വരും. അതേപോലെ പോസിറ്റീവായിട്ടിരിക്കാനൊക്കെ കഴിയും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വീട്ടമ്മമാർ ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഗാർഡനിങ്, കുക്കിങ്, അതേപോലെ നമ്മൾ ഡ്രസ്സുകളിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങുക, പിന്നീട് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ മുമ്പ് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ, ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന്. ഇപ്പോഴും ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു സന്തോഷം. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇതിലേക്ക് ആവശ്യമുള്ളത് ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ക്രേപ്പ് പേപ്പർ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ചതുര പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ എണ്ണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ടേ അതിൽ ആദ്യം തന്നെ ഈ ക്രേപ്പ് പേപ്പർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഇതളുകളില്ലേ, അത് നമുക്കിതിലേക്ക് ഇങ്ങനെ നല്ലോണം ഗമ്മിട്ടിട്ട് ഒട്ടിച്ചെടുക്കുക. റൗണ്ടായിട്ട് ചുറ്റും വെച്ചെടുക്കുക. അങ്ങനെ എത്ര തിക്കിലാണോ നമുക്ക് പൂ വേണ്ടത്, ആ തിക്കിനനുസരിച്ച് തന്നെ നമുക്ക് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഗമ്മ് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത്രയും എണ്ണത്തിൽ വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഒരുപാട് നേരം എടുക്കും ഇത് ഉണങ്ങാനായിട്ട്. ഗമ്മ് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും തിക്കായപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ പൂവാണ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഇതളുകൾ വെച്ച് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ നിർത്തി. അതിന് ശേഷം നമുക്കിതിന് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഇത്ര പണിയേ ഉള്ളൂ. ശരിക്കും നല്ല ഒറിജിനലായിട്ടുള്ളൊരു മല്ലികപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ തോന്നും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അതിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പൂക്കളൊക്കെ ഇഷ്ടമായെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.